ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നാം കൂടി വന്നിരിക്കുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അത്യാവശ്യമായിരിക്കുന്ന ചില സംഗതികൾ, തടസ്സങ്ങൾ മാറ്റിയിട്ട് പ്രാർത്ഥിക്കുക. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ആ പ്രാർത്ഥനയിൽ ദൈവം ആഗ്രഹിക്കുന്നതായിരിക്കുന്ന ചില വസ്തുതകളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ മാത്രം ഇന്ന് നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ആദ്യമായിട്ട് സങ്കീർത്തനം 66-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 66-ന്റെ-18. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളൊരു സാധാരണ പറയാറുണ്ട്, കർത്താവ് എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടില്ലല്ലോ എന്ന്. ഇല്ല, സകല പ്രാർത്ഥനയും കർത്താവ് കേൾക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ തന്നിരിക്കും. രണ്ടാമത്, അല്പം വെയിറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കും. മൂന്നാമത്തെ പ്രാർത്ഥന നോ എന്ന് ആയിരിക്കും ആൻസർ കിട്ടുന്നത്. നമുക്കറിയാം, പീറ്ററിനുള്ള ബന്ധത്തിൽ ഉടനെ തന്നെ കൈ പിടിച്ചു. താൻ യാചിച്ചു, പ്രാർത്ഥിച്ചു, ഉടനെ തന്നെ കൈ പിടിച്ചു, ഉടനെ തന്നെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാനാവിലെ കല്യാണത്തിൽ, ആ വിവാഹത്തുള്ള ബന്ധത്തിൽ നമുക്കറിയാം, അല്പം കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു. അത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് ഉടനെ ഉത്തരം തന്നിരിക്കും, ചിലപ്പോൾ നമ്മോട് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കും, അതുപോലെ ചിലപ്പോൾ നോ എന്ന് പറഞ്ഞിരിക്കും. അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രാർത്ഥന നമുക്കറിയാം. താൻ വളരെ യാചിച്ചു, എന്നിട്ടും പറഞ്ഞു ഇല്ല, ഞാൻ തരത്തില്ല, നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഞാൻ തരികയില്ല. എന്നാൽ ഞാൻ എൻ്റെ കൃപയാൽ ഞാൻ നിന്നെ നിറയ്ക്കും, എന്നാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം തരികയില്ല. അങ്ങനെയാണെങ്കിൽ നാം ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കർത്താവ് ഉത്തരം തരുന്നുണ്ട്. ഒരു പക്ഷെങ്കിൽ ഉടനെ ആയിരിക്കാം, ഒരു പക്ഷെങ്കിൽ അല്പം കാത്തിരിക്കുക എന്നായിരിക്കാം, ചിലപ്പോൾ നോ എന്ന ആൻസറും കർത്താവ് നമുക്ക് തന്നിരിക്കും. എന്നാൽ ഈ പ്രാർത്ഥനയ്ക്കായിട്ട് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ച 66-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കില്ലായിരുന്നു. അപ്പോൾ ഈ അകൃത്യം, ഈ പാപം എൻ്റെ ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉള്ളതായിരിക്കുന്ന രഹസ്യ പാപം, ആരും അറിയാതെ ഒരു പക്ഷേ നാം പ്രാർത്ഥിക്കുന്നുണ്ട്, നാം വെളിയിൽ നോക്കുമ്പോൾ നാം നല്ലവരാണ്, നമ്മൾ വിശ്വാസികളാണ്. എന്നാൽ ഇവിടെ ദാവീദ് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ നീ കേൾക്കയില്ലായിരുന്നു. അപ്പോൾ പ്രിയരെ, നാം ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ ഒന്നാമതായിട്ട് ഈ ഒരു തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സം മാറ്റിയിട്ട് വേണം നമുക്ക് പ്രാർത്ഥനയ്ക്ക് ഇരിക്കാനായിട്ട്. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അകൃത്യമുണ്ടോ, എൻ്റെ ഹൃദയത്തിൽ പാപമുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുക ഇല്ല. അതിൻ്റെ 19-ാം വാക്യത്തിൽ പറയുന്നത്, എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നതിനാണ്, കർത്താവ് നമ്മുടെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നതിനാണ്. എന്നൊരു കണ്ടീഷനുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ പാപം വെച്ചിരിക്കുന്നുവെങ്കിൽ, ആ ഹൃദയത്തിൽ പാപം വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് രഹസ്യ പാപത്തെയാണ് കാണിക്കുന്നത്. മറ്റുള്ള ആർക്കും ഒരു പക്ഷേ അറിയത്തില്ലായിരിക്കാം. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആ വിധത്തിലുള്ളതായിരിക്കുന്ന പാപത്തോടു കൂടിയാണ് നാം ദൈവസന്നിധിയിൽ അനേക ആവശ്യങ്ങളുമായിട്ട് കടന്നു വന്നിരുന്നെങ്കിൽ, ഇവിടെ പറയുന്നത് അങ്ങനെയെങ്കിൽ കേൾക്കുകയില്ല എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും, ഈ പാപത്തെ നമ്മൾ ഉപേക്ഷിക്കണം. അതിൻ്റെ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം പ്രകാരം നമ്പറിന്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അപ്പോൾ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയണം. അതിന് താഴെ പറയുന്നുണ്ട് 10-ാം വാക്യത്തിൽ, നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ സത്യവാദിയാക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ അത് നമ്മൾ ഏറ്റു പറഞ്ഞിട്ട് വേണം വാസ്തവത്തിൽ നാം ദൈവസന്നിധിയിലെ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരേണ്ടത്. അകൃത്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുവാൻ പാടില്ല. അത് രഹസ്യപാപത്തെ കുറിക്കുന്നു. അതൊരു പക്ഷേ ആർക്കും അറിയത്തില്ലായിരിക്കാം. എന്നാൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ആ വിധത്തുള്ളതായിരിക്കും ഏതെങ്കിലും പാപത്തോടു കൂടിയാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നതെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ആ പാപത്തെ നമ്മൾ മാറ്റണം. രണ്ടാമതായിട്ട് നമ്മുടെ പാപങ്ങളെ നമ്മൾ പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ളതായിരിക്കുന്ന പാപങ്ങൾ എന്തുമായിക്കോട്ടെ, ആ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ നമ്മുടെ കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. അത് നമ്മുടെ പാപത്തെക്കുറിച്ചായി. ഇനി അതിൻ്റെ യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ
യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 16-ാം വാക്യം. അതിൻ്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഇത് വളരെ നമ്മൾ ശ്രദ്ധയോടുകൂടി നാം പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിക്കണം, നമ്മൾ ക്ഷമ യോജിക്കണം കർത്താവിനോട്. ഇവിടെ പറയുന്നത് അന്യോന്യമുള്ളതായിരിക്കുന്ന ഒരു സഹോദരനോട് ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ യഥാർത്ഥമായിരിക്കും സന്തോഷവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അന്യോന്യം ഇല്ല എങ്കിൽ, ഒരു ഐക്യത ഇല്ല എങ്കിൽ, ഇവിടെ പറയുന്നത് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറയണം. തമ്മിൽ ഇത് വളരെ അത്യാവശ്യമാണ്. ഞാൻ നല്ലവനാണ്, എന്നിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് ഒരു തടസ്സമാണ്. ഇന്ന് എനിക്ക് പറയുവാൻ തക്കനുള്ളത്, നാം ഈ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ ഒരു കാര്യമാണ്, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഒരു പാപത്തിൽ നിന്നും ഒരു വിടുതൽ ലഭിക്കേണ്ടതിനായിട്ട് അന്യോന്യം ഒരു സൗഹാർദ്ദ ബന്ധത്തിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ടോ? അതോ ഇന്നും അന്യോന്യം സംസാരിക്കുകയോ അല്ലെങ്കിൽ അന്യോന്യം യഥാർത്ഥമായിരിക്കുന്ന ഹൃദയ അന്തർഭാഗത്തു നിന്നുള്ളതായിരിക്കുന്ന ഒരു സന്തോഷമില്ലാത്ത രീതിയിലാണോ നാം ജീവിക്കുന്നതെങ്കിൽ അതും നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതിന് ഒരു തടസ്സമായിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കുക. മൂന്നാമതായിട്ട് ഇതേ പുസ്തകം, യാക്കോബിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമുക്കത് വായിക്കാം. യാക്കോബ് 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. ഇവിടെ നാം കാണുന്നത്, നിങ്ങൾ യാചിക്കുന്നുവെങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വല്ലാതെ യാചിക്കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല. അപ്പോൾ നാം പ്രാർത്ഥിക്കാനായിട്ടുള്ള വിഷയങ്ങൾ നാം ദൈവം മുൻപാകെ വെക്കുമ്പോൾ അത് യഥാർത്ഥമായിട്ട് ഏതെങ്കിലും ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന്, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റേതായിരിക്കുന്ന എന്തെങ്കിലും ആവശ്യങ്ങൾ വെച്ചുകൊണ്ട്, ലോകത്തിൻ്റേതായിരിക്കുന്ന മോഹങ്ങൾ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ ദൈവം നമ്മളിൽ ആഗ്രഹിക്കാത്തതായിരിക്കുന്ന അനേക കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ അതിന് ദൈവം ഉത്തരം തരികയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആ ഉത്തരം തരാത്തതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം നമ്മെ പ്യൂരിഫൈ ചെയ്യുന്നു, ദൈവം നമ്മെ ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ ആ സമയത്ത് അല്പം വെയിറ്റ് എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്തിനാണ് വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഉദ്ദേശം എന്താണെന്ന് വേറൊന്നുമല്ല, ദൈവം നമ്മെ ശുദ്ധീകരിക്കുവാൻ. നമ്മുടെ പാപങ്ങൾക്കനുസരിച്ച് വല്ലാത്ത ഭോഗങ്ങൾക്ക് വെച്ചുകൊണ്ടാണ്, ഭോഗങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റേതായിരിക്കും ഏതെങ്കിലും എനിക്ക് മുൻപോട്ട് എങ്ങനെ മുൻപോട്ട് പോകണം, അവിടെ ആത്മീയതയല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഭൗമികമായിട്ട് ഉയരണം. ആ ഭൗമികമായിട്ട് ഉയരേണ്ടതിന് നമുക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ തന്നെയും അങ്ങനെയുള്ളതായിരിക്കുന്ന ഒരു രീതിയാണോ നമുക്ക് ഉണ്ടായിരിക്കേണ്ടത്, അത് നാം വളരെ ചിന്തിക്കുകയും, അങ്ങനെയുള്ളതായിരിക്കുന്ന ഭോഗങ്ങൾ കൂടിയാണ് നാം പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് നമുക്കിവിടെ കാണുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇനി വേറൊരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. എസെക്കിയേലിൻ്റെ പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, എസെക്കിയേലിൻ്റെ പുസ്തകം അതിൻ്റെ 14-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യ ഹേതു തങ്ങളുടെ മുൻപിൽ വച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ചില വിഗ്രഹം എന്ന് പറഞ്ഞാൽ സാധാരണ നാം കൺമുൻപായി കാണുന്ന വിഗ്രഹങ്ങളെ ഉദ്ദേശിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വിഗ്രഹങ്ങളെ നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ചിരിപ്പുണ്ട്. അപ്പോൾ ദൈവത്തെക്കാൾ കൂടുതലായിട്ട് ഏതെങ്കിലും സാധനത്തിനോ ഏതെങ്കിലും വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി നാം അത് ദൈവത്തെ കൂടുതലായിട്ട് നാം സ്നേഹിക്കുകയും അങ്ങനെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ചെയ്യുന്നതെങ്കിൽ ദൈവം ചോദിക്കുന്നത്, അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരം അരുളുകയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ. മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യം ഹേതുവായി തങ്ങളുടെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? പ്രിയരെ, ഇന്ന് ഈ പ്രാർത്ഥനയ്ക്കായിട്ട് നാം കൂടി വന്നിരിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് നാം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശവും അതുപോലെ തന്നെ നമ്മുടെ ഉദ്ദേശം എന്താണ്, ഏതെങ്കിലും രീതിയിലുള്ളതായിരിക്കുന്ന നമ്മുടെ ദൈവത്തെക്കാൾ കൂടുതലായ സ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഏതെങ്കിലും വ്യക്തിക്കോ ഏതെങ്കിലും സ്ഥാനത്തിനോ ഏതെങ്കിലും വിഷയത്തിനോ നമ്മുടെ ഹൃദയത്തിൽ നാം സ്ഥാനം കൊടുത്തിരിക്കുന്നുവെങ്കിൽ അതിന് ദൈവം പറയുന്നത് ഞാൻ ഉത്തരമരുളുമോ? ഒരുപക്ഷെങ്കിൽ
ഇത് ഒരു തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം എന്നുള്ളത് നാം ഒരിക്കൽ മറന്നു പോകരുത്. അതിനുശേഷം 1 യോഹന്നാനിലേക്ക് നമുക്ക് കടന്നു വരാം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിൻ്റെ 14-15. ഇവിടെ പറയുന്നത്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു. ഇവിടെ 15-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചുവെന്നും അറിയുന്നു. ഈ ഒരു പദം മാത്രമേ നാം നോക്കുന്നുള്ളൂ. 15-ാം വാക്യം മാത്രം, എന്തപേക്ഷിച്ചാലും നമുക്ക് ലഭിക്കും. എന്നാൽ 14-ാം വാക്യം കൂടി നാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ആവശ്യമാണ്. അവിടെ പറയുന്നത്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. നാം പ്രാർത്ഥനയ്ക്കായിട്ട് അനേക വിഷയങ്ങളുമായിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ പ്രിയരെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമുണ്ട്. എൻ്റെ ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞാൻ വെച്ചിരിക്കുന്നത് അത് നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരമാണോ? അങ്ങനെ കർത്താവിന് ഇഷ്ടപ്രകാരമുള്ള പ്രാർത്ഥനയ്ക്ക് അവൻ തീർച്ചയായിട്ടും നമുക്ക് ഉത്തരം തരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്നാൽ പലപ്പോഴും അനേക പ്രാർത്ഥനാ വിഷയങ്ങൾ നാം ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ അതിൽ കർത്താവിൻ്റെ നാമം ഉയരുവാൻ വേണ്ടിയല്ല, പിന്നെയോ ഈ ലോകത്തിൻ്റെതായിരിക്കുന്ന രീതിയിൽ കൂടി നാം ഭൗമികമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രാപിച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകണം എന്നുള്ള ഒരേ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പലപ്പോഴും പല വിഷയങ്ങളെ ഓർത്തും നാം പ്രാർത്ഥിക്കുന്നത്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനം ആവശ്യമാണ്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധം നമുക്ക് ആവശ്യമാണ്, നമ്മുടെ രോഗികളായിരിക്കുന്നവർക്ക് അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ തന്നെയും ദൈവം സകലതും മുന്നമേ സകലതും അറിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നാം എന്താണ് മുൻപോട്ട് പോകുന്നത്, നാം ഏത് രീതിയിൽ മുൻപോട്ട് പോകും എന്നുള്ള ദൈവം അറിഞ്ഞുകൊണ്ട് മാത്രമേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയുള്ളൂ. അത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കേണ്ടത് ഒരു ആവശ്യമാണ്. ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ സദൃശവാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അതിൻ്റെ 28-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം, സദൃശവാക്യം 28-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. ഇവിടെ പറയുന്നത്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും വെറുപ്പാകുന്നു. അപ്പോൾ ദൈവവചനത്തിന് ദൈവം ഒരു പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നാം ദൈവവചനം പഠിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുക. ദൈവവചനം കേൾക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമ്മുടെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിന് അതൊരു തടസ്സമായിരിക്കുകയാണ്. ദൈവവചനം നമുക്ക് വേണ്ട. കാരണം ഇന്ന് അനേക ക്രിസ്തീയ ഗോളത്തിൽ നാം കാണുവാൻ കഴിയുന്നത്, എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുക. കാരണം ദൈവം പറയുന്നത്, നീ ദൈവവചനം ഇല്ലാതെ കണ്ട്, ദൈവവചനം ധ്യാനിക്കാതെ കണ്ട്, ദൈവവചനം പഠിക്കാതെ കണ്ട്, ഒരുപക്ഷെ നിന്റെ താൽക്കാലികമായിരിക്കും ഏതെങ്കിലും അസുഖത്തിന് വേണ്ടി നീ കടന്നു വന്ന് പ്രാർത്ഥിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ദൈവം ഇവിടെ പറയുന്നത്, ന്യായപ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവൻ്റെ പ്രാർത്ഥന തന്നെയും ദൈവത്തിന് വെറുപ്പാണ് എന്ന് പറഞ്ഞാൽ, പ്രിയരെ, നമുക്ക് ദൈവവചനം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ദൈവവചനം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരുളും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു വേദഭാഗം കൂടി വായിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 44-ാം വാക്യം, 5-44. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അപ്പോൾ പ്രാർത്ഥനയിൽ നമ്മൾ അനേക കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ സഹവിശ്വാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലത് തന്നെയാണ്, പ്രാർത്ഥിക്കണം. എന്നാൽ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ ഭാഗത്ത് വരുമ്പോൾ പലപ്പോഴും നമ്മൾ തോൽവി അടഞ്ഞു പോയിട്ടുണ്ട്, പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, നാം പിന്മാറിപ്പോയിട്ടുണ്ട്. നമ്മുടെ നാവുകൾ അതിനുവേണ്ടി തുറക്കുവാൻ തക്കണം നമ്മൾ തയ്യാറല്ല. ഇവിടെ പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ ലെവൽ എത്തേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ കൽപ്പനയാണ്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, നിങ്ങളുടെ ശത്രുക്കൾക്ക് മാത്രമല്ല, നിങ്ങളെ ഇന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ, ആ ആളിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിൻ്റെ ശത്രുക്കളെ നീ സ്നേഹിക്കണം. ഈ ഒരു വിധത്തിൽ
നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും ഈ വിധ കാര്യങ്ങൾ നാം മനസ്സിലിരുത്തിക്കൊണ്ട് നാം ഏതൊരു വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും. ഒരു പക്ഷെങ്കിൽ ചിലപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചു, എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പോലെ ഒരു പക്ഷെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ ഇരിക്കും. അതും ദൈവനാമ മഹത്വത്തിനാണ്. അല്പം കാത്തിരിക്കുക എന്ന് പറഞ്ഞു, കാത്തിരുന്നു. നമുക്ക് ദൈവം ഒരു പക്ഷെങ്കിൽ നമുക്ക് കാത്തിരുന്ന് അനേക ദൈവമക്കൾ ദൈവദാസിമാരുടെ നമുക്ക് പഠിക്കാൻ കണ്ട ബൈബിളിൽ അനേക വർഷങ്ങൾ മക്കളില്ലാതെ കണ്ട് ജീവിച്ചു, മുൻപോട്ട് പോയി. തക്ക സമയത്ത് ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു, അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. ഒരു പക്ഷേ അനേക വർഷക്കാലം നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. നമുക്ക് കാത്തിരിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഈ വാക്കുകൾ കൂടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നാമം മഹത്വപ്പെടുവാനാകട്ടെ. ആമേൻ.